ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ എല്ലാവർക്കും പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അവരൊക്കെ എന്തൊക്കെ ചോദിക്കും, അവരെന്തൊക്കെ എക്സാമിൻ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് എപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ അയ്യോ ഡോക്ടറെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്നൊക്കെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരെന്തൊക്കെ ചോദിക്കും, അവരെന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. ഞാൻ ഡോക്ടർ ഷമീന, ഞാൻ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്, ദയ റോയൽ, കുന്നംകുളം. നമ്മൾ ആദ്യമായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഏജ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നാണ്. ഇത് മെയിനായിട്ട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ഒരു റാപ്പോ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് എത്ര ദൂരത്തുനിന്ന് ട്രാവൽ ചെയ്ത് വന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നോർമൽ ഒരു ഇൻട്രൊഡക്ഷൻ ടോക്ക് മാത്രമാണ്. പിന്നെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് നമ്മുടെ അടുത്ത് കാണാൻ വരുന്നെങ്കിൽ നമ്മളടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് മെൻസസ് ആയത് എപ്പോഴാണ്, നിങ്ങൾക്ക് മെൻസസ് കറക്റ്റ് ആണോ, മെൻസസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അത് എല്ലാവരുടെ അടുത്തും ചോദിക്കും. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് വരുന്ന പേഷ്യൻ്റ് ആണെങ്കിലും ബ്ലീഡിംഗ് ആയി വരുന്ന പേഷ്യൻ്റ് ആണെങ്കിലും എല്ലായിടത്തും നമുക്ക് ലാസ്റ്റ് മെൻസസ് ആയ ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കും. മെൻസസ് നിന്ന ആൾക്കാരുടെ അടുത്താണെങ്കിൽ എപ്പോൾ മെൻസസ് നിന്നു എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കും. പിന്നെ കല്യാണം കഴിച്ച കാര്യങ്ങൾ, കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി, നിങ്ങൾ റിലേറ്റീവ്സ് ആണോ, ഇതൊക്കെ നമുക്ക് പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്ക് നമുക്ക് റിലേറ്റീവ്സ് കല്യാണം കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകരുതൽ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് മെൻസസിൻ്റെ പീരീഡ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റ് എപ്പോഴാണ്, നിങ്ങളുടെ ഡേറ്റ് ഏത് മാസത്തിലാണ് ഡേറ്റ്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് കുറച്ച് ഡീറ്റെയിൽ ഹിസ്റ്ററിയാണ്. ഡീറ്റെയിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഫാമിലി, ഉപ്പാക്കും ഉമ്മാക്കും ഷുഗർ, പ്രഷർ, തൈറോയ്ഡ്, ആസ്മ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും മരുന്ന് എടുത്തിരുന്നോ, ചെറുപ്പത്തിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നിന് അലർജി ഉണ്ടോ, എന്തെങ്കിലും ഗുളിക നിങ്ങൾക്ക് പറ്റാത്തതുണ്ടോ, എന്തെങ്കിലും മരുന്ന് മുന്നേ എടുത്തിട്ട് നിങ്ങൾക്ക് അലർജി വന്നിട്ടുണ്ടോ, ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് ആദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ ആ സമയത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഹൈ റിസ്ക് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെഡിസിൻ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കണോ, അല്ലെങ്കിൽ ഹയർ ഏതെങ്കിലും ഒരു ക്രോസ് കൺസൾട്ടേഷൻ കാര്യങ്ങളും വേണോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്ത് ആണെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് എന്തിനാണെന്ന് വിചാരിച്ചാൽ നമുക്ക് അതൊക്കെ ഓൾറെഡി ഒന്ന് സെറ്റായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് കടക്കുന്നതായിരിക്കും കറക്റ്റ്. പിന്നെ നമുക്ക് മെൻസസ് നിന്ന ആൾക്കാരുടെ അടുത്തും നമ്മൾ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖമാണോ, അല്ലെങ്കിൽ ഈ അസുഖം ഇപ്പോൾ ഉള്ള കണ്ടീഷൻ നമ്മൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പല സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫിക്സിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക, അതൊക്കെ പറയൂ. കാരണം അതൊക്കെ പ്രഗ്നൻസി ഡെലിവറി സമയത്തൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്ത് അസുഖങ്ങളും നമുക്ക് മുന്നേ ഉണ്ടായിരുന്നോ, എന്തെങ്കിലും മെഡിസിൻ, ഈവൻ സൈക്കാട്രി മെഡിസിൻ എടുക്കുന്നത് പോലും ചില ആൾക്കാർ നമ്മുടെ അടുത്ത് മറച്ചു വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അതൊക്കെ ഡെലിവറി ടൈമിലാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഹിസ്റ്ററീസ് കാര്യങ്ങളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഹിസ്റ്ററി ഡോക്ടറെ അടുത്ത് പറയൂ. കാരണം അത് നിങ്ങളെ ഹെൽപ്പേ ചെയ്യുള്ളൂ. അതൊരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും അല്ല വരിക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ പ്രഗ്നൻസീൻ്റെ അടുത്തും ഡെലിവറീൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് അത് ഹെൽപ്പേ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ എക്സാമിനേഷൻ റൂമിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, കാരണം വളരെ ലൈറ്റായിട്ടുള്ള എക്സാമിനേഷൻ കാര്യങ്ങൾ ചെയ്യാം. പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്ക് നമ്മൾ വയറൊക്കെ എക്സാമിൻ ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വയർ ഗ്രോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് മാസത്തിൽ ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ അത് എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടോ, വെള്ളത്തിൻ്റെ അളവ് കമ്മിയാണോ, അതൊക്കെ നമുക്ക് അപ്പോൾ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സ്കാനിങ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വയറൊക്കെ എക്സാമിൻ ചെയ്യും. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾക്കും. ഹാർട്ട് ബീറ്റ് കേൾക്കുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് അല്ലാത്ത ഒരാൾക്കാരാണ് വയറൊക്കെ എന്തിനാ എക്സാമിൻ ചെയ്യുന്നത്, വല്ല മുഴയോ തടിപ്പോ സിസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ നമ്മൾ പെർസ്പെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയും. അത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഗർഭപാത്രത്തിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ വല്ല പുണ്ണുണ്ടോ, അസ്ഥിരുക്കം കാര്യങ്ങളുണ്ടോ, വേറെ എന്തെങ്കിലും ഗ്രോത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ PV എക്സാമിനേഷനാണ്. അതാണ് എല്ലാവർക്കും പേടി. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയ ലേഡിക്ക് മെയിനായിട്ട് നമ്മളത് ചെയ്യുക ലാസ്റ്റ് ഡെലിവറി ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ചെയ്യുക. കുട്ടിയുടെ തല ഇറങ്ങിയിട്ടുണ്ടോ, നമുക്ക് വികസനം എന്തെങ്കിലും കാര്യങ്ങളാവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രഗ്നൻ്റ് അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ മുഴ ഉണ്ടോ, അല്ലെങ്കിൽ മുഴയുടെ സൈസ് എങ്ങനെയാണ്, യൂട്രസിൽ നിന്ന് വന്നിട്ടുള്ള മുഴ തന്നെ ആണോ, അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയണം. ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസും നമ്മളത് നോക്കും. കാരണം ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ PV എക്സാമിനേഷനും പെർസ്പെക്ടൽ എക്സാമിനേഷനും അബ്ഡോമൻ എക്സാമിനേഷനും വയറിൻ്റെ എക്സാമിനേഷനുമാണ് നമ്മൾ എക്സാമിനേഷൻ പാർട്ട്. അതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് തരണോ, സ്കാനിങ് ചെയ്യണോ, അല്ലെങ്കിൽ സ്കാനിങ് അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ തരണോ എന്നൊക്കെ തീരുമാനിക്കുക. പിന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് കടക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഇതിൽ ഇത്രയും പറഞ്ഞതിൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഗൈനക്കോളജിൻ്റെ അടുത്ത് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കണം നിങ്ങളുടെ കംപ്ലയിൻസും ഹിസ്റ്ററി. പല ആൾക്കാരും പോയിട്ട് പിന്നെ നമ്മൾ വിളിച്ച് ചോദിക്കാൻ, അയ്യോ ഡോക്ടർ ഞാൻ ഇത്ര കാര്യങ്ങൾ മറന്നുപോയി പറയാൻ. അപ്പോൾ നമ്മൾ പേഷ്യൻസിനോട് പറയും നിങ്ങൾ എഴുതിയിട്ട് വായോ.
നിങ്ങൾ എഴുതി കൊണ്ടുവരൂ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ട്. അപ്പോൾ പിന്നെ ഉള്ളൊരു ഡൗട്ടാണ്, എനിക്കൊരു പ്രഗ്നൻ്റ് അല്ല, എൻ്റെ പ്രസവം എല്ലാം കഴിഞ്ഞു, എനിക്ക് വേറൊരു കംപ്ലയിൻറ്റും ഇല്ല, എന്നിട്ട് നമ്മൾ ഇനി ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ? വെറുതെ കാണണോ? നിങ്ങളൊരു റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ്, സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ വർഷത്തിൽ 3 മാസം കൂടുമ്പോൾ ഒരു പാപ്സ്മിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് എന്തിനാ വെച്ചാൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ചെറിയ ഒരു സ്പാച്ചില വെച്ചിട്ട് നമ്മൾ അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു നീര് പോലത്തെ ഒരു സംഭവം കളക്ട് ചെയ്തിട്ട് നമ്മൾ സ്മിയർ ആക്കിയിട്ട് നമ്മൾ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്യണത് എവറി 3 years അത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് നിങ്ങളുടെ അടുത്തുള്ള ക്ലിനിക്കിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ അത് അവൈലബിൾ ആണ്. അത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, എന്തിനാണ് ഇവരിതൊക്കെ ചോദിക്കണത് എന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കാണും. എന്തുണ്ടെങ്കിൽ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ദയവ് ചെയ്ത് ഒഴിവാക്കൂ. ഓക്കെ, താങ്ക് യു, നമസ്കാരം.